യെസ്, വെൽക്കം ടു സൈലം ലേണിംഗ് മക്കളെ. റിമ മിസ് ആണ് കേട്ടോ. എടാ, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ക്ലാസ്സിൽ ടോപ്പ് ആവണോ എങ്കിൽ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ പേടിക്കേണ്ട. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം മക്കളെ, നിങ്ങൾ ആദ്യം പഠിക്കുന്ന കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം, മുൻഗണന കൊടുത്തു നോക്കൂ. അതായത് ഈ ടോപ്പേഴ്സ് ഒക്കെ എന്താ ചെയ്യാറെന്നറിയോ? ഈ ക്ലാസ്സിൽ നല്ല മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ എന്താ ചെയ്യുന്നതെന്നറിയോ? അവരാദ്യം അവർക്ക് പഠിക്കുന്ന കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കും. ചില ഉഴപ്പന്മാരുണ്ട്, ഫുള്ള് കളിക്കാൻ പോവുക, ഫുള്ള് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് അങ്ങനെ അങ്ങനെ നടക്കുന്ന മക്കളൊക്കെ ഉണ്ടാവില്ലേ? അവരെയൊക്കെ അപേക്ഷിച്ച് ഈ നല്ല നല്ല ഈ മിടുക്കരായിട്ടുള്ള കുട്ടികൾ അവരെന്താ ചെയ്യുന്നത് അറിയോ? നിങ്ങൾക്ക് മിടുക്കരാവണ്ടേ? അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്ക് ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. രണ്ടാമത് നിങ്ങൾ കളിച്ചോ, കുഴപ്പമില്ല. ആദ്യം മക്കളിപ്പോൾ പഠിക്കാനിരിക്കാന്ന് വെച്ചോ, എനിക്ക് ഇത്രയും പഠിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താ, പഠിക്കുന്ന കാര്യം കഴിഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് കളിക്കാൻ പോവാലോ എന്ന് തീരുമാനിച്ചു നോക്കൂ. ആദ്യം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് പഠിക്കുന്ന കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. രണ്ടാമത്തേത്, അറ്റൻഡ് ഡെയിലി ക്ലാസ്സസ്. എല്ലാ ദിവസവും എന്താണ്, ക്ലാസ് അറ്റൻഡ് ചെയ്യുക അല്ലേ? ഇപ്പോൾ ചില ഉഴപ്പന്മാരുണ്ട്, അയ്യോ പനിയാണ്, ജലദോഷമാണ്, വയറുവേദനയാണെന്നൊക്കെ പറഞ്ഞ് ചില കുട്ടികൾ ലീവ് എടുക്കൂലേ, ആവശ്യമില്ലാണ്ട് ലീവ് എടുക്കൂലേ, ആ പരിപാടി ഒഴിവാക്കുക. ഈ മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളൊക്കെ എന്താ ചെയ്യാനെന്നറിയോ? ഒരു ചെറിയ അസുഖം വന്നാൽ പോലെ അവർ ലീവ് എടുക്കില്ല. അവർക്ക് എന്താണ്, ഡെയിലി ക്ലാസ് കാണണം. അവർക്ക് ഡെയിലി ക്ലാസ് കണ്ട് അവിടെ നിന്ന് പഠിക്കണം. അവർ പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ, അവർക്ക് പഠിക്കണം എന്നുള്ളൊരു ചിന്തയുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ ദിവസവും പോയിട്ട് എന്താ, ക്ലാസ് മറക്കാതെ അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും അത്യാവശ്യമായി എന്തെങ്കിലും ലീവ് എടുക്കണമെങ്കിൽ മാത്രം എടുക്കുക, അല്ലാണ്ട് എടുക്കുകയും ചെയ്യരുത്. നമുക്ക് എന്താണ്, ഡെയിലി ക്ലാസ് കിട്ടിയാലേ നമുക്ക് കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം രണ്ടാമത് ചെയ്യേണ്ടത് എന്താണ്, എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ദെൻ ഗോൾ, ലക്ഷ്യം വേണം അല്ലേ? ഒരു ലക്ഷ്യബോധം വേണ്ടേ? കാരണം നമുക്കുള്ളിൽ ഒരു നല്ല മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയുടെ ഉള്ളിലൊരു ലക്ഷ്യമുണ്ട്. ക്ലാസ്സിൽ എനിക്ക് ടോപ്പർ ആവണം, ഞാനായിരിക്കണം ക്ലാസ്സിലെ പഠിപ്പി, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു സ്കോളർഷിപ്പ് കിട്ടണം. ആദ്യം നമുക്കൊരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കണം. ഞാൻ പഠിക്കുന്നത് ഇത് വേണ്ടിയിട്ടാണ്. പക്ഷെ എന്താ, ഉഴപ്പന്മാരെങ്ങനെയാണ് ചെയ്യാറ്? അവർക്കൊരു ലക്ഷ്യമില്ല, അവർ ചുമ്മാ കളിച്ച് ക്ലാസ്സിൽ ചുമ്മാ വന്നിരിക്കുക. അങ്ങനെ ചെയ്യരുത്. നമുക്കൊരു ലക്ഷ്യം വേണം. നമുക്ക് ക്ലാസ്സിൽ എന്താണ്, പഠിപ്പിയാവണം അല്ലേ? നമുക്ക് മിടുക്കനായിട്ടുള്ള എല്ലാ മാർക്കും സ്കോർ ചെയ്യുന്ന ഒരു നല്ലൊരു മിടുക്കനായിട്ടുള്ള കുട്ടിയാവണമെങ്കിൽ എന്താ, നമുക്കുള്ളിൽ ഒരു ഗോൾ ഉണ്ടാക്കിയെടുക്കുക, ഒരു ലക്ഷ്യബോധം, ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുക വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ എന്താണ്, ലൈഫിൽ വിജയിച്ചിട്ടേ വരുള്ളൂ. ഓക്കെ, നമുക്കെന്താ, അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ സൈലം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. 6ാം ക്ലാസ്സുകാർക്ക് വേണ്ടി എന്താണ്, ഡെയിലി ആപ്പ് ലൈവുകൾ ഉണ്ടടാ. ആപ്പ് ലൈവുകൾ നമ്മുടെ വജ്ര ബാച്ചിലേക്ക് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. നമ്മുടെ ലൈവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ അറിയോ? നമ്മുടെ ആപ്പ് ലൈവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? നമുക്ക് ഡെയിലി ഉണ്ടാവുംടാ, എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും ഈ ഒരു ആപ്പിൽ. ഓക്കെ, അത് മാത്രമല്ല, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, കേരളത്തിലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. ഡെയിലി ക്ലാസ്സും ഉണ്ടാവും, റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സും ഉണ്ടാവും. നിങ്ങൾക്ക് നോട്ട്സ് കിട്ടുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും എക്സാം നടത്തുന്നുണ്ട് അവിടെ. അത് മാത്രമല്ല, ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കഷനായിട്ട് പ്രത്യേകമായിട്ട് നിങ്ങൾക്കൊരു അവസരം, മീൻസ് നിങ്ങൾക്ക് അതെന്താ, ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു തരാനായിട്ട് എന്താണ്, അതിന് നിങ്ങൾക്കൊരു ക്ലാസ് ഉണ്ടാവും. അത് മാത്രമല്ല മക്കളെ, അവിടെ എന്തുണ്ട്, എക്സാമിൻ്റെ ടൈമിൽ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അല്ലേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻ ഉണ്ട്. മറക്കാതെ എന്താണ്, വളരെ തുച്ഛമായ പൈസയ്ക്ക് നിങ്ങൾക്ക് എവിടെ കിട്ടൂടാ ഇതുപോലൊരു അവസരം നിങ്ങൾക്ക് എവിടെ കിട്ടും. അപ്പോൾ നിങ്ങളെന്താ, നമ്മുടെ വജ്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ ഇനിയും ടിപ്സുമായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.